ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാത് ശങ്കരാചാര്യമധ്യമാത് അസ്മദാചാര്യപര്യന്താത് വന്ദേ ഗുരുപരമ്പരാത്. സംസാരസാഗരസമുദ്ധരണൈകമന്ത്രം ബ്രഹ്മാദിയോഗിമുനിപൂജിത സിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖഭവരോഗവിനാശമന്ത്രം വന്ദേ മഹാഭയഹരം രഘുനാഥമന്ത്രം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ശിരസും ഉന്നതനായോരതികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുകുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനുമൊരുമിച്ചതിശക്തിയേറിയിടും നിശാചരവീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ.
യുദ്ധത്തിനായച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവുകോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോട്ടിട്ടു നിശാചരൻ കൊല്ലുന്നിതാശു കപിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടിത്തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവും ഏന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടിറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസ്സിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ കപിസത്തമന്മാരോടതിർത്തതി സത്വരം. വിശ്വൈക വീരനതികായനന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയും ഇട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ. നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരർ ഒക്കെ വാൾ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാൻ. സാമർഥ്യമേറെയുള്ളോരതികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യഗ്മുഖങ്ങളായി വന്നു പോം. ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകം ഉണ്ടതുകൊണ്ടിവൻ ഏൽക്കയുമില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്
കൊടുത്തുന്നതനായ ദശാനനം തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമൗ പതിച്ചോരധികായ മസ്തകം ആമോദമുൾക്കൊണ്ടെടുത്തു കപികുലം. രാമാന്തികെ വച്ചു കൈതൊഴുതീടിനാൻ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റം. അവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. മൻവനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം പരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരൂപദേശാന്വിതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനുമെത്രയും രക്തവർണസ്വര മന്ത്രപുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ. പോർക്കളം പുക്കോരു നേരം കപികളും രാക്ഷസരെ ചെറുത്താർത്തെടുത്തിടിനാർ. മേഘജാലം വർഷിക്കുന്നതു പോലെ മേഘനാഥൻ കണതൂടി തുടങ്ങിനാൻ. പാഷാണപർവത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപതാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കവർക്കന്തം വരുത്തുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാം നർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100, 200, 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദ്രനു മെഞ്ചു ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാദനന്മയിലും. 20 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും 6 പനസന്നും 7 വിനതനും 6 സുഷേണനും 8 കുമുദനും
ആറഞ്ചു ബാണവൃഷഭനും കേസരിക്കാറുമൊരമ്പതും കൂടെ വന്നേറ്റിതു. 10 ശതബലിക്കൊമ്പതു ധൂമ്രനും 10 പ്രമാധിക്കുമേറ്റിതു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖന്മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 സുമുഖനും. ദുർമുഖനേറ്റിതിരുപത്തിനാലമ്പു സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 80 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു. തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണൂരനന്തരം. ആവതില്ലേതുമിതിന്നു നമുക്കെന്നു ദേവദേവന്മാരുമന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷാ. രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവൃതധരൻ ശോകവിഷണ്ണനായി നിശ്ചലമായതു ലോകവും. കൗണപാദീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരുന്നിടിനാൻ. ലേഖസമൂഹവും മാഗീഗതാശയ. ഔഷധാഹരണയാത്ര. കൈകസീനന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിന് നാരായക വേണമെന്നോർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ അവരിതിലാരെന്നു നോക്കുവാൻ. ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും. പാഥോജ സംഭവ നന്ദനൻ ജാംബവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ? സത്വമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരിയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാംഗദാദികൾ ഏവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും.
മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതെല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൾ. മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ. നാലുണ്ടു ദിവ്യൗഷധങ്ങളവറ്റിന്നു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ, പിൻപു സന്താനകരണി മൂന്നാമതും, നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ. മൃതസഞ്ജീവനി സഖേ, രണ്ടു ശൃംഖങ്ങൾ ഉയർന്നു കാണാം. അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും, വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു. മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ച മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാ നദിയുമളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു. മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നും പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ച് അളവതി വിസ്മയം പൂണ്ടവൻ ആ പൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ ആ കാലനേമി തന്നോടു ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ, നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം
വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ, സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമമാമെന്നുട വാക്കു കേൾക്കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും. എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തൊന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായയെന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ. സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി അദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാചിത കാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക. നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനയാശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃത്പത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീട കേയൂരാംഗദാങ്കുലീയോരു രത്നാഞ്ചിത
കുണ്ഡല നൂപുര ചാരു കടകടി സൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലിക ധരം ശ്രീവത്സവക്ഷസം രാമം ജരമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമുഷമൊക്കെ നശിച്ചുപോ നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദൈവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം. രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മന്മതിമതി രൂക്ഷ സ്വഭാവമിതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിനെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നാൾ മുനിവേഷനായി തക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജന സേവിതമായതും ശിഷ്യജനപരിചാരക സംയുതമൃഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണം എൻ മനോവിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനയും ചെയ്തു ദാഹം തീർത്തു. കാണാമഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമം രംഭാവന സഹർജുര കേരാമ്രാതി സമ്പൂർണമത്യച്ഛതോയ പാപീയുതം. കാലനേമിതിയാമാചരനും തത്ര ശാലയിലുത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗങ്ങളും ദൃഢമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടിനാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാ താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യേണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞെന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ.
വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കപിപുങ്കവൻ, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പൊരുതുമീ ദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ. മുതാ കാലനേമിയും ചൊല്ലിനാൻ, നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്തു കണ്ണും മിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചെയ്തു ഹരാംഗിയമപ്സര സ്ത്രീമണി വാതാത്മജനോടു ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുട ശാപേന രാക്ഷസിയായതും. ധന്യമാലീതിമീ നാമം മഹാമതേ, മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. ധന്യമാലീതി മേ നാമം മഹാമതേ, മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനവേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി. ക്രവ്യാതവംശമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. വാനരവീരാ കുശലം ഭവിക്കത്തെ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ. അവനോടു ചൊന്നാൻ അസുരനും, വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ, മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക, ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം ദക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ ഒന്നടിച്ചാൻ. അതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിടിനാൻ ധർമാരജാലയം. ദിവ്യോക്ഷത ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസം വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തപ്പറിച്ചേണാങ്കബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുൻപിൽ വെച്ചിണ്ടൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു
ദോഷമെഴുന്നേ അകന്നെഴുന്നേറ്റിതെല്ലാവരും. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി.